മഹർഷി പതഞ്ജലിയാണ്. യോഗ ശാരീരികവും ആത്മീയവും മാനസികവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായ മാറ്റം ലക്ഷ്യമിടുന്നു. എന്താണ് യോഗ? അത് കേവലം ഒരു വ്യായാമമല്ല, മറിച്ച് നമ്മളും ലോകവും പ്രകൃതിയും ഒന്നാണെന്നുള്ള തിരിച്ചറിവാണ്. ഈ സവിശേഷ ദിനത്തിൽ യോഗയുടെ പ്രാധാന്യം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതല്ലേ? പ്രത്യേകിച്ചും കുട്ടികളിലെ ഏകാഗ്രത, വഴക്കം, ശക്തി, ഉത്സാഹം തുടങ്ങിയവയെല്ലാം വളർത്തുന്നതിന് യോഗ ഏറെ പ്രധാനമാണ്. മാത്രമല്ല, അത് കുട്ടികളിലെ ശാരീരികവും മാനസികവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായ മാറ്റം ലക്ഷ്യമിടുന്നു. മാത്രമല്ല, അത് ഒരാളെ കൂടുതൽ ധൈര്യവും ശ്രദ്ധയും അനുകമ്പയും ശാന്തമാക്കുന്നതിനാൽ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. ഇത് ഐക്യം സൃഷ്ടിക്കുകയും പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദിവസവും 1 മണിക്കൂറെങ്കിലും നാം യോഗയ്ക്കായി മാറ്റിവെക്കണം. ഇത് നമ്മെ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നു. അതുവഴി നമ്മൾ കൂടുതൽ സജീവമാവുകയും അലസത കുറയ്ക്കുകയും ചെയ്യുന്നു. എല്ലാത്തിനുമുപരി യോഗ നമ്മെ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ യോഗയുടെ പ്രാധാന്യവും ലക്ഷ്യവും തിരിച്ചറിഞ്ഞ് ദിവസവും യോഗ പരിശീലനത്തിൽ ഏർപ്പെടാൻ നാം തയ്യാറാകണം. അതിവേഗം ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം കുറച്ച് ശരിയായ മാനസിക ശാരീരിക ആത്മം മെച്ചപ്പെടുത്തി പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.